കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പുതിയ നീക്കം നടത്തുകയാണ് പ്രതിപക്ഷം. ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം വീണ്ടും കൊണ്ടുവരും. തെരഞ്ഞെടുപ്പ് അട്ടിമറി അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രമേയം. കൂടുതൽ എംപിമാരുടെ ഒപ്പുശേഖരണം നടത്താനാണ് നീക്കം. ശരത്ലാൽ വിവരങ്ങളുമായി നമുക്കിപ്പം തുടരുന്നുണ്ട്. ശരത്തപ്പം രണ്ടും കൽപ്പിച്ച് തന്നെ പ്രതിപക്ഷം. അതെ, വനിതാ സംവരണം ബില്ല് പരാജയപ്പെടുത്തിയ ആ ഐക്യം ഈ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലും പുതിയൊരു നീക്കവുമായിട്ട് അതിൻ്റെ ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വീണ്ടും ഗണേഷ് കുമാറിനെതിരെയുള്ള ഒരു ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് നൽകാൻ വേണ്ടി പ്രതിപക്ഷം തയ്യാറാണ്. നേരത്തെ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് ടെക്നിക്കൽ, അതായത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് സ്പീക്കറും രാജ്യസഭാ സ്പീക്കറെ പോലെ ലോക്സഭാ സ്പീക്കറും നിരാകരിച്ചത്. ഇതിനെതിരെയാണ് വീണ്ടും ഒരു കൂടുതൽ ശക്തിയോടെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇംപീച്ച്മെൻറ്റ് മോഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇംപീച്ച്മെൻറ്റ് മോഷൻ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നെ ഇപ്പോഴത്തെ നിലയിലുള്ള ഈ ഭൂരിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ഒരു കൂട്ടത്തിൽ കൂടി ഗണേഷ് കുമാറിനെ പ്രതിക്കൂട്ടിലേക്കാനും അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്ക് വരാനും കഴിയുമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ കണക്കൂട്ടൽ. ഏതായാലും ഗണേഷ് കുമാറിനെ പ്രതിപക്ഷം വിടത്തില്ല എന്നതിൻ്റെ ഒരു രണ്ടാമത്തെ ഉദാഹരണം കൂടിയായി ഇതിനെ നമുക്ക് കാണണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ വീണ്ടും ഗണേഷ് കുമാറിനെതിരെയുള്ള ഇംപീച്ച്മെൻറ്റ് മോഷന് തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം. ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ ഇന്ത്യ സഖ്യത്തിൽ നടന്നു കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിൻ്റെ അടുത്ത യോഗത്തിൽ ഇത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. വീണ്ടും സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും ഗണേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് സ്ഥാനത്ത് മാറ്റാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്.